അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീര ഉണ്ടല്ലോ, ചീരയുടെ തണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പം, പിന്നെ നമ്മുടെ ചക്കക്കുരു. അപ്പോൾ ഈ രണ്ട് സാധനം വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു അവിയൽ. അപ്പോൾ അത് നമ്മുടെ കൽച്ചട്ടിക്കകത്ത് നമ്മുടെ പരിപാടിയൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് വെള്ളം നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെള്ളം അത്യാവശ്യം കൊമ്പളായി വരുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഈ ചക്കക്കുരുവും ചീരയും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചീരയുടെ തണ്ട്, ചീരത്തണ്ട്, അതെ. അപ്പൊ ഇതിന്റെ കൂടെ വേണമെങ്കിൽ ചീരയുടെ ഇലയും കൂടെ ചേർക്കാവേ. ലാസ്റ്റ് സ്റ്റേജില് ചീരയുടെ ഇല ഉണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പൊ ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ള തണ്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ നടുവെ കീറി കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ അതെ നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടങ്ങ് ഒരുമിച്ചങ്ങ് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഉപ്പ് കൂടെ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചക്കക്കുരുവിന്റെ ഇതിനകത്തൊക്കെ ആ ഉപ്പ് പിടിക്കും. നമുക്കത് അടച്ച് വെച്ച് അങ്ങ് വേവിച്ച് റെഡിയാക്കി എടുക്കാം. അവസാനം എല്ലാം അരപ്പൊടൊക്കെ ചേർത്തിട്ട് നമുക്ക് ബാക്കി ഉപ്പും കൂടെ നമുക്ക് ചേർത്തെടുക്കാം. അപ്പൊ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പൊ ഇത് വേകാനായിട്ട് ഒരു 4-5 മിനിറ്റ് എടുക്കും. ചക്കക്കുരു വേകാൻ ഇച്ചിരി സമയം. ചക്കക്കുരുവിന്റെ ചീരയുടെ മൂപ്പൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വേകാനൊക്കെ അങ്ങോട്ടൊക്കെ സമയമൊക്കെ മാറും. അപ്പൊ എന്തായാലും കൊള്ളാം, നമുക്ക് അതുകൊണ്ട് ഇരിക്കട്ടെ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമുക്കപ്പോൾ ഈ വേകാൻ പറ്റിയ സംഭവം നമുക്കൊന്ന് തുറന്നു നോക്കാം. അത്യാവശ്യം വെന്തിട്ടുണ്ടല്ലേ? ചക്കക്കുരു ഒന്ന് പൊടിച്ചു വെക്കും. ചില ചക്കക്കുരു ഉണ്ടല്ലോ വേഗത്തില്ല, എത്ര നമ്മള് ഒരു ദിവസം. അപ്പൊ ഈ ഒരു സ്റ്റേജില് നമുക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ തണ്ട് നമ്മുടെ ചക്കക്കുരുവിനെക്കാട്ടിലും മുറ്റാ നമ്മുടെ ചീരത്തണ്ട്. അപ്പൊ അവനും കൂടെ കിടന്ന് വാങ്ങിക്കുന്നല്ലേ അവര് ഈ സാധനത്തിന് അതിന്റെ മൂപ്പൊന്നും ശരിക്കും ഇതാകില്ല. അപ്പൊ നമുക്ക് ഈ സമയത്ത് നമുക്ക് അതിന്റെ അരപ്പ് റെഡിയാക്കി നമ്മളൊരു കപ്പോളം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകവേ, നല്ല ജീരകമാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയുണ്ട്, പിന്നെ മഞ്ഞപ്പൊടി, നമ്മുടെ ചെറിയ ഉള്ളി. 2-3 ചെറിയ ഉള്ളി ഉണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് ഒരുപാട് അരഞ്ഞു പോകാം. നമുക്കൊന്ന് ചതച്ചെടുക്കുന്ന സാധനത്തിലിട്ട് ചതച്ചെടുക്കണം, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ മിക്സിയിൽ ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പൊ ഇതൊന്നും നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാം. നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചതച്ചെടുത്ത കേട്ടോ, മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്തില്ല എടുത്തത്. നമ്മുടെ ഒരു ചെറിയൊരു സാധനമുണ്ട് നമ്മുടെ ചതയ്ക്കുന്നത്, അതിൻ്റെ അകത്ത് നമ്മൾ ചതച്ചെടുത്തു. അപ്പോൾ അതായത് നമ്മുടെ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ കൽച്ചട്ടി ആയതുകൊണ്ടേ നമ്മുടെ ഈ സ്റ്റൗ നിർത്തിയാലും അതിന്റെ ചൂട് നന്നായിട്ട് നിൽക്കുവേ. ഇനിയിപ്പോ സ്റ്റൗ നിർത്തി കത്തിക്കേണ്ട ആവശ്യമില്ല. കറിവേപ്പില ഇട്ടു. ഈ ഇത് അരച്ചെടുത്ത വെള്ളം കൂടി ഇതങ്ങോട്ട് കഴുകി അങ്ങോട്ട് ഒഴിക്കുക. പണ്ട് നമ്മള് അരകല്ലൊക്കെ അരച്ചിട്ട് കല്ല് കഴുകി അതേപോലെ നമുക്ക് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അങ്ങ് ചേർക്കാം. നമ്മള് നേരത്തെ സ്വല്പം ഉപ്പ് ചേർത്തതാണ്. അപ്പൊ അതൊന്ന് ഇപ്പൊ നമ്മള് അരപ്പൊക്കെ ചേർത്തില്ലേ, അപ്പൊ അതിന്റെ അനുസരിച്ചിട്ട് അതിന്റെ ഉപ്പ് കൂടെ ചേർത്ത്. അപ്പോഴേ ഇതിന്റെ അകത്ത് നമ്മള് പുളിക്ക് ആവശ്യമായിട്ട് നമ്മൾ ഇന്ന് മാങ്ങയല്ലേ എടുക്കുന്നത്. മാങ്ങ പഴുത്തു പോയി. അപ്പൊ അത് കാരണമുണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് നമ്മൾ മാങ്ങ പൊടി ഉണ്ടാക്കിയായിരുന്നു നേരത്തെ. അതായത് നമുക്ക് പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് നമ്മൾ മേടിച്ച് ഉണക്കി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മാങ്ങയുടെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് അനങ്ങാതിരിക്കട്ടെ. കാരണം ഇതിന്റെ ഈ ഒരു ആവിയില് കയറട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ മാങ്ങാപ്പൊടിയൊക്കെ ചേർത്ത്. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ടാൽ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ഇടുക. നമ്മുടെ മാങ്ങ ഇല്ല, പച്ചമാങ്ങ ഇല്ല, മാങ്ങ ഇരുന്നെല്ലാം പഴുത്തു പോയി. അപ്പം നമുക്ക് മാങ്ങാപ്പൊടി നമ്മൾ റെഡിയാക്കി വെച്ചാൽ അതുകൊണ്ട് പാകിയായി. അപ്പം അത് നമുക്ക് ചേർത്ത് റെഡിയാക്കി എടുക്കാം. അപ്പം എന്തായാലും ഒരു 2 മിനിറ്റ് ഉണ്ടെന്ന് ഇരുന്ന് അതിൻ്റെ അകത്തെ ആ ചട്ടിയുടെ സ്വാഭാവികമായ ചൂട് കൊണ്ട് അതൊന്ന് ആവി കയറിയാൽ ഭയങ്കര ചൂടല്ലേ, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതൊന്നും ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഇനി നമുക്ക് തന്നെ തുറന്ന് നോക്കാം. ആവി കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് പുളിക്ക് ആവശ്യമുള്ള മാങ്ങയുടെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
പച്ച മാങ്ങയായിട്ടുണ്ടെങ്കിൽ മാങ്ങയായിട്ട് തന്നെ ചേർക്കുക. ഈ മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഉപ്പ് ഇടാതെ മാങ്ങ ഉണക്കിയിട്ട് ഇങ്ങനെ പൊടിച്ചു വെച്ച് കഴിഞ്ഞാണല്ലോ നമുക്ക് മാങ്ങയുടെ സീസണൊക്കെ കഴിയുമ്പോഴും നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ വളരെ പ്രയോജനപ്പെടും. നമുക്ക് മില്ലിൽ കൊടുത്ത് പഠിപ്പിച്ചാൽ മതി. കൂടുതലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് തന്നെ ഗ്രൈൻഡറിലൊക്കെ ഇട്ടുണ്ടാക്കി എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഏകദേശം തീർന്നു. ഈ മാസം കഴിയാറായല്ലോ, പിന്നെ കുഴപ്പമില്ല. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അതെ അതെ. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലായിടത്തും ഒന്ന് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചാൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാനായിട്ട്. സംഭവം സെറ്റായി കേട്ടോ. സംഭവം നല്ല മണം വരുന്നുണ്ട്. മണമൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പൊ ഈ ചില സമയത്ത് പുളി മതിയോ എന്നൊന്നുകൂടെ നോക്കിയേക്കട്ടെ. അല്ലെങ്കിൽ ചേട്ടൻ കൂടെ നോക്കിയാലൊരു പുളി മതിയോ? മതിയല്ലോ. പുളി ഉപ്പ് എല്ലാം കറക്റ്റാ. ഈ ചില സമയത്ത് നമ്മൾ രാവിലെ കറി നോക്കുമ്പോഴേക്കും ഒന്നും കാണുന്നില്ല. പോയി മേടിച്ചോണ്ട് വരണമെന്ന് വെച്ചാൽ ചിലപ്പം നേരോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒന്നും കാണത്തില്ല. എപ്പോഴും നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനമൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനം അല്ലാതെ അപ്പം നമുക്ക് ഇതിനകത്ത് പറ്റേ എക്സ്ട്രാ കൂടുതൽ സാധനങ്ങളൊന്നും വേണമെന്നില്ല. മാങ്ങ നോക്കിയാൽ മാങ്ങയില്ല. അപ്പൊ നമ്മുടെ മാങ്ങ പൊടി ഉണ്ടായിരുന്നിട്ട് സംഭവം എന്തായാലും കൊള്ളാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് അല്ലേ? സംഭവം സെറ്റായി. ഇത് മതി ചോറിനാനായിട്ട് ഇതിന്റെ ആവശ്യമുള്ളൂ. വേറെ കറികളൊന്നും കൂട്ടാൻ. അതെ. പിന്നെ മാങ്ങ മേടിച്ച് കഴിഞ്ഞാൽ പഴുത്തു പോയി. അപ്പൊ ആ മാങ്ങ പഴുത്ത മാങ്ങയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞ് ഇതുകൂടെ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാണല്ലോ അടിപൊളി സാധനമായിരിക്കും. ഈ മഴക്കാലത്തൊക്കെ നല്ല അടിപൊളിയാണ് സംഭവം. അപ്പൊ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റം ഒക്കെ വെച്ചിട്ട് ചക്കക്കുരു ചീര നല്ല അതിന്റെ കൂടെ മറ്റേ മുരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് അതിന്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. ഇപ്പൊ നമ്മള് എന്താ സാധാരണ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മുടെ വെള്ളരിക്കയൊക്കെ ചേർത്തല്ലേ നമ്മൾ ഒന്നും വേണ്ട. ഇത് ഇത്രേ ഉള്ളു സംഭവം. അവിയലാണോ അവിയലാണ്. എന്നാ അധികം സാധനങ്ങൾ നമ്മുടെ പോക്കറ്റ് ഒതുങ്ങും. അത്രേ ഉള്ളു സംഭവം. എന്നാ ടേസ്റ്റോ അടിപൊളി. അപ്പൊ എല്ലാരും ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനമൊക്കെ വെച്ച് ഇതുപോലൊക്കെ ഒരു അവിയലൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കും. ചീരയോ മറ്റേ ചീരയോ എല്ലാം ഇട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പം ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ എന്ന് പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ ഈ എളുപ്പ പരിപാടി. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും മൊബൈലിനകത്ത് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ. അപ്പം പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ കമന്റ് ഇടണം കേട്ടോ. നിങ്ങളുടെ കമന്റ് ഒക്കെ കണ്ടാലേ നമുക്കൊരു സന്തോഷം കിട്ടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു നമ്മൾ തിരുത്താൻ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ തെറ്റ് ഒക്കെ ഒന്ന് തിരുത്തി തന്നാലേ നമുക്കത് മാറ്റിയെടുക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് പറയുക. അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ഇതുപോലെ തന്നെയുള്ള എളുപ്പമുള്ള ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.